ഇന്നൊരു ഒഴിവ് ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അതേ ഞങ്ങളുടെ വീട്ടിൽ 4 പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുത്തപ്പോൾ അമ്മ വന്ന് അവരുടെ പാലൊക്കെ വന്ന് വേഗം നക്കി കുടിച്ച് 4 കുഞ്ഞുങ്ങളും കുടിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ ലുലുവിൽ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ഡ്രസ്സിൻ്റെ വിശേഷങ്ങളൊക്കെ കുറേ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് പുതിയ ഡ്രസ്സുകളൊക്കെ വന്നേക്കണതും ഇതൊക്കെ കാണാം. അപ്പോൾ ഞങ്ങളിപ്പോൾ വൈകിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കലും ഇതൊക്കെ ഇന്ന് പുറത്താകാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എല്ലാ ദിവസവും വീട്ടിൽ തന്നെയല്ലേ, ഒരു ദിവസം ഒരു ചേഞ്ചൊക്കെ വേണ്ടേ. അപ്പോൾ അതാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള കുറച്ച് ഡ്രസ്സിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അങ്ങനെ പർച്ചേസിങ് ഒന്നുമില്ല. അപ്പോൾ ഫാഷൻ സ്റ്റോറിലൊക്കെ നടന്ന അവിടുത്തെ പുതിയ കളക്ഷൻസൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ വില്ലയിൽ കയറിയിട്ട് പോകാമെന്ന് കരുതിയത്. പക്ഷെ നോക്കിയപ്പോഴുണ്ട് സമയം കുറേ വൈകിട്ട്. അപ്പോൾ ഇനി അവിടെ കയറി ഇറങ്ങുമ്പോഴൊക്കെ സമയം വൈകും. പിന്നെ അവിടെ ലുലുവിൽ പാർക്കിങ്ങിലൊക്കെ ഇട്ട് വരുമ്പോഴും സമയം കുറേ വൈകും. അപ്പോൾ ഇനി 1 മണിക്കൂറില്ല ഇനിയിപ്പോൾ ബാങ്ക് വിളിക്കാനായിട്ട്. ഇപ്പോൾ ഞങ്ങൾ മെട്രോ യാർഡിൻ്റെ വഴിയാണ് കേട്ടോ, കൊച്ചി മെട്രോ യാർഡിൻ്റെ വഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ റൂട്ട് നേരെ നമുക്ക് ഹൈവേയിലേക്ക് കിടക്കാം. അപ്പോൾ മുൻപൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരുന്നാളാകാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും, പുതിയ ഡ്രസ്സ് എടുക്കാനും ഇതൊക്കെ ഇങ്ങനെ നമ്മൾ കാത്തിരിക്കും കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു ഹരമാണ്. അപ്പോൾ കൂട്ടുകാരുടെ അടുത്തൊക്കെ വിളിച്ച് ചോദിക്കില്ല എന്ത് കളർ ഡ്രസ്സാണ് എടുത്തത്, എവിടെ നിന്നാണ് എടുത്തത്, ഇങ്ങനെയൊക്കെ ചോദിക്കുക. പിന്നെ ഇപ്പോഴെന്ന് വെച്ചാൽ ഓരോ പ്രോഗ്രാമുകളൊക്കെ വരുമ്പോഴും ഒക്കെ നമ്മൾ പുതിയ ഡ്രസ്സുകളൊക്കെ എടുക്കലും ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ആ ഒരു അത്ര വലിയ ആഗ്രഹമില്ല. എന്നാലും നമുക്ക് പെരുന്നാളിന് ഡ്രസ്സ് എടുക്കണമെന്ന് വെച്ചാൽ ഇന്നും ഒരു ഹരം തന്നെയാണ് കേട്ടോ. പിള്ളേരൊക്കെ എല്ലാവരും കൂടി പോയി എല്ലാവർക്കും ഒരുമിച്ച് ഡ്രസ്സ് എടുക്കാമെന്ന്. എന്തെങ്കിലും പ്രോഗ്രാമിനെന്ന് വെച്ചാൽ എനിക്ക് മാത്രമേ എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ പിള്ളേർക്ക് എന്തെങ്കിലും കാര്യത്തിൽ അവർക്ക് അങ്ങനെ എടുക്കുകയുള്ളൂ. പക്ഷേ പെരുന്നാളിനാണ് ഞങ്ങൾക്ക് 4 പേർക്ക് ഒരുമിച്ച് ഡ്രസ്സ് എടുക്കുന്നത്. അത് വലിയൊരു സംഭവം തന്നെയാണ്. അതിനായിട്ട് പോകുന്നതും ഇതൊക്കെ ഇന്നും ഇഷ്ടം തന്നെയാണ് കേട്ടോ. ഇപ്പം നോമ്പ് പകുതി ഒക്കെ ആയിട്ടുള്ളൂ. പക്ഷേ എന്നാലും ഡ്രസ്സ് എടുക്കുന്നത് ലാസ്റ്റ് ഘട്ടത്തിൽ എടുക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഞങ്ങളെപ്പോഴും പെരുന്നാളിൻ്റെ 2 ദിവസം മുൻപ് ഉള്ളപ്പോഴൊക്കെയാണ് ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ എല്ലാം ഇപ്പോൾ റെഡിമെയ്ഡാണ് എടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നെന്തായാലും ഡ്രസ്സ് എടുക്കുന്നൊന്നുമില്ല, വെറുതെ നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് കരുതി അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നി ലുലുവിൽ പോകണേ പിന്നെ അവിടെ നിന്ന് കുറച്ച് സമയം കൊണ്ട് ഫാഷൻ സ്റ്റോറൊക്കെ ഒന്ന് കാണാം, പുതിയ കളക്ഷൻസ് കാണാം, അങ്ങനെയൊക്കെ കരുതി. പക്ഷേ ഈ വഴിയാണ്ട ഞങ്ങൾ മിക്കപ്പോഴും വരുന്നത്. ഇതിപ്പോൾ HMT കളമശ്ശേരി HMT ജംഗ്ഷനാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ വില്ല വഴി വരാമെന്ന് കരുതി അതിലെ വന്നതുകൊണ്ടാണ് മെട്രോ യാർഡിൻ്റെ ആ റൂട്ട് വന്നത്. അപ്പോൾ ഇനി അവിടെ ചിലപ്പോൾ ഇനി പാർക്കിംഗ് ഇതൊക്കെ എങ്ങനെയാണ് സൗകര്യം ഉണ്ടാകുമോ എന്നൊക്കെ ഓർത്തിങ്ങനെ പോവുകയാണ്. പിന്നെ ഫുഡ് നമുക്ക് എന്തായാലും ഇന്നിപ്പോൾ പിള്ളേർ പറഞ്ഞ് നമുക്ക് മന്തി കഴിക്കാൻ പുറത്തുനിന്ന്. അപ്പോൾ അവിടെ തന്നെ ടോളിൽ കുബാബ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. മന്തിയൊക്കെ കിട്ടുന്ന നല്ല സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. ജസ്റ്റ് ഇവിടെ നിന്ന് ലുലുവിൽ നോമ്പ് തുറക്കുകയും ചെയ്യാമെന്നും പറഞ്ഞു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ മഴയുടെ നല്ല ലക്ഷണമൊക്കെ ഉണ്ട്. മഴയൊക്കെ ചെറുതായിട്ട് പൊടിഞ്ഞു വരികയൊക്കെ ചെയ്യേണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ നമ്മൾ പാർക്കിങ്ങിലേക്ക് പോകേണ്ട. പാർക്കിങ്ങിൽ ഒന്ന് സ്ഥലം കിട്ടാനാണ് നല്ല പാട്. ഞായറാഴ്ച ആയത് കാരണം ഇന്ന് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചിങ്ങനെ കറങ്ങിയതിന് ശേഷം നമുക്ക് പാർക്കിംഗ് സ്പേസ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതേ നമ്മൾ നോക്കിയപ്പോൾ ഇനിയിപ്പോൾ 15 മിനിറ്റേ ഉള്ളൂ നോമ്പ് തുറക്കാനായിട്ട്. അപ്പോൾ ഇനി എന്തായാലും അവിടെ ലുലുവിൽ തന്നെ നമുക്ക് നമസ്കരിക്കാനും നോമ്പ് തുറക്കാനും ഒക്കെയുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ എല്ലാ സ്നാക്സുകളും ഒക്കെ എടുത്ത് നിരത്തി വയ്ക്കുക ഇതൊക്കെ ചെയ്യണ്ടായിരുന്നു അവിടുത്തെ സ്റ്റാഫുകളൊക്കെ. അപ്പോൾ നമ്മൾ ഒലുവൊക്കെ എടുത്ത് പിന്നെ അവിടെ അകത്ത് റൂമിലേക്ക് കയറിയിട്ട് നിസ്കരിക്കാനുള്ള അകത്തേക്ക് കയറി. പിന്നെ അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് നോമ്പ് വിളിക്കാറായി. ഇപ്പോൾ സ്നാക്സും വെള്ളവും കൊണ്ടുവന്ന് തന്നു. അപ്പോൾ ഒരു ബ്രെഡ് റോളും ഒരു 2 ഈന്തപ്പഴവും ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുപ്പി വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി പുറത്തേക്ക് കടന്നതാണ്. ഇനിയിപ്പോൾ അവരെ വിളിച്ച് നോക്കണം, അവരെവിടെയാണെന്ന് വിളിച്ച് നോക്കണം. അപ്പോൾ ആണുങ്ങളുടെ നിസ്കാര സ്ഥലമൊക്കെ തൊട്ട് മേളിലത്തെ ഫ്ലോറിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഫാഷൻ സ്റ്റോറിലുണ്ട്, അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മൂനെ എപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഓരോ ഫാഷൻ ഒക്കെ ഇങ്ങനെ നോക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കരുതി വന്നതാണെങ്കിൽ ഇഷ്ടപ്പെട്ടതൊന്നും ഉണ്ടാവില്ല. ഇന്ന് എടുക്കണ്ടെന്ന് കരുതി വരുന്ന ദിവസം നല്ല കളക്ഷൻസൊക്കെ ഉണ്ടാകും. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ബാഗൊക്കെ നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു. ഓഫറെന്ന് പറഞ്ഞിട്ടൊക്കെ
അതൊക്കെ നല്ല ബാഗൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ബാഗുകളും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സുകളുടെ സൈഡിലേക്ക് വരികയാണെങ്കിൽ അവിടെ തീരെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ നോമ്പിൻ്റെയൊക്കെ ലാസ്റ്റ് ദിവസങ്ങളിലൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും. പ്രത്യേകമായിട്ട് കൗണ്ടറൊക്കെ ഇട്ടിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ നല്ല തിരക്കായിരിക്കും. ഇന്നിപ്പോൾ നമ്മൾക്ക് സാധാരണ ഒരു ദിവസത്തെ പോലെ തന്നെ നമുക്ക് അനുഭവപ്പെട്ടത്. അവിടെ പ്രത്യേകിച്ച് ഒരു തിരക്കുണ്ടായില്ല. അപ്പോൾ ഇതൊക്കെ പകുതി വിലക്ക് വെച്ചിരിക്കുന്ന ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു 1300 ആ ഒരു റേറ്റിനൊക്കെ വരുന്നതുണ്ട്. പിന്നെ 1500 ആ ഒരു റേറ്റിലൊക്കെ വരുന്നത്. അങ്ങനെ പല റേറ്റിലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ന്യൂ അറൈവൽ എന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കുറേ ഇതൊക്കെ. അപ്പോൾ എനിക്കിതൊക്കെ കണ്ടപ്പോൾ അത്ര അങ്ങ് ഇഷ്ടം തോന്നിയില്ല. പിന്നെ റേറ്റൊക്കെ നമുക്ക് ഒരുവിധം ഇഷ്ടപ്പെടുന്നത് നമ്മൾ നോക്കുമ്പോൾ ചിലത് നോക്കുമ്പോൾ നമുക്ക് തീരെ കുറഞ്ഞതാണെന്ന് നോക്കും. പക്ഷേ റേറ്റ് നോക്കുമ്പോൾ അതിനാണെങ്കിൽ ഒരു 4000 ആ ഒരു റേറ്റൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ അതെ ഇതൊക്കെ ഒരു 1500 ആ ഒരു റേറ്റിലൊക്കെ വരുന്നതാണ് ടോപ്പുകളും ഇതൊക്കെ. ഇവിടെ ഇട്ടിരിക്കുന്ന ഈ ചുരിദാർ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഒരു ബ്ലൂ കളറായിരുന്നു ഒരു ഇഷ്ടം തോന്നി. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് റേറ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 2500 ആ ഒരു റേറ്റ് വരുന്നതാണ്. അതിൻ്റെ ഷോളൊക്കെ നല്ല വർക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു അത് ഓണത്തിനൊക്കെ ഇടുന്ന സൈസുള്ള ഡ്രസ്സാണത്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ കൂടുതൽ ഗോൾഡൻ കളറും ഇതൊക്കെ അരികിനൊക്കെ വന്ന് അങ്ങനെയുള്ളൊരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു. പക്ഷേ ഇതൊക്കെ അതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ആണെങ്കിൽ നല്ല ഡിസൈനിങ് ഇതൊക്കെ ആയിട്ട് നമുക്ക് തോന്നി. ഉദ്ദേശിച്ച മോഡലും ഉണ്ട്. ഇത് എത്ര ആശാന്ന് നോക്കിയേ? 2300. ഇത് പറഞ്ഞോടുത്ത ഈ ചെക്കിൻ്റെ ഇത് കൊള്ളാലോ. 1900 നല്ലതാണത്. നല്ല ഭംഗി. 1500 രൂപ. ഇപ്പം ഇങ്ങനത്തെ കളറുള്ള കുറേ കാണണത്. ട്രെൻഡ് കളർ ഇതായിരിക്കും. 3000 തുണി വ്യത്യാസം കൊണ്ട് കുറഞ്ഞത്. ആരിശ്രീ അശോകൻ്റെ ഇതാണോ? അതെത്രയെന്ന് നോക്കിയേ? 3000 ആണോ? ഇതിന് ഡിസ്കൗണ്ട് ഉണ്ടാവും. ഡിസ്കൗണ്ട് ഉണ്ടത്? ഇല്ല, തികഞ്ഞില്ല അത്. ഇത് കൊള്ളാലോ, നല്ല കളറ്. അതിനിടയ്ക്ക് ഉണ്ണിയൊക്കെ വന്ന് പിന്നെ അവന് ഇഷ്ടമായി എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഒരു ചെക്കിൻ്റെ ഷർട്ട് കൊണ്ടുപോയി ഇട്ട് നോക്കിയതാണ്ട. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമായില്ല. ഇത് കുറേ ഒരു 5-6 വർഷം മുമ്പ് നീ വാങ്ങിച്ച ഷർട്ടാണ് കൂടെ, ഇത് ഇപ്പോൾ വേണ്ടാന്നും പറഞ്ഞ് ഞങ്ങൾ വാങ്ങിപ്പിച്ചില്ല കേട്ടോ. അവനക്ക് ചില ഷർട്ടുകളൊക്കെ ഇഷ്ടമാവുള്ളൂ. അപ്പോൾ ഇത് ഏതെങ്കിലും എടുക്കാൻ പറഞ്ഞു. ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടോ. ഇത് എടുക്കാൻ പറഞ്ഞപ്പോൾ അപ്പോൾ ഉണ്ണിക്ക് ഇത് ഇഷ്ടമല്ല. അവന് ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്, അത് മാത്രം മതി. പിന്നെ ഇവിടെ ലിനൻ്റെ സൈഡിലേക്ക് പോകണമെങ്കിൽ അവിടെ ഷർട്ടുകളും ഇതൊക്കെ 4000 രൂപയുടെ അടുത്തായിരുന്നു കേട്ടോ, ലിനൻ്റെ ഷർട്ടും ഇതൊക്കെ. പിന്നെ അധികം സമയമൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോളൂല്ലോ, ആ സ്നാക്സും ഇതൊക്കെ. നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്കിനി അവിടുന്ന് പാരഗണിൽ നിന്ന് ബിരിയാണി കഴിക്കണോ മന്തി പുറത്തുനിന്ന് കഴിക്കണോ എന്ന് ഇങ്ങനെ കൺഫ്യൂഷനായിരുന്നു കേട്ടോ. കുറച്ച് സമയം ഞങ്ങളവിടെ ആലോചിച്ചു വന്നു പാരഗണിൽ കയറിയെങ്കിലും ഒന്ന്. അപ്പോൾ പിന്നെ മന്തി കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എന്തായാലും നമുക്കിനിയിപ്പോൾ കൂപ്പാബ മന്തിയിൽ കയറിയിട്ട് മന്തി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഇതിന് മുൻപ് ഞങ്ങൾ കുറേ മുൻപ് ഒരു ദിവസം ഇവിടെ മന്തി കഴിക്കാൻ വന്നിട്ടുണ്ട്. അന്നും നല്ല തിരക്കായിരുന്നു. കയറുമ്പോൾ നമ്മളുടെ പേര് അവിടെ പറഞ്ഞു കൊടുക്കണം. പിന്നെ അവരോട് നോട്ട് ചെയ്ത് വെച്ചിട്ട് സീറ്റ് ഒഴിയുമ്പോൾ നമ്മളുടെ പേര് വിളിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മേളിലത്തെ ഫ്ലോറിലാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ബീഫ് മന്തി കഴിക്കാനാണ് ശരിക്കും ഇവിടെ വന്നത്. അപ്പോൾ ഉണ്ണി പറഞ്ഞ ബീഫ് മന്തി നമുക്ക് കഴിക്കാമെന്ന്. പക്ഷേ അവിടെ അത് തീർന്നു പോയേക്കായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ നോമ്പ് തുറക്കുന്ന ആ സമയത്തിലും കുറച്ചുകൂടി ലേറ്റ് ആയിട്ടാണ് ഇവിടെ എത്തിയത്. പിന്നെ അവിടെ ഓൾറെഡി ചിക്കൻ മന്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ചിക്കൻ മന്തി റൈസ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ചിക്കനൊക്കെ ഒന്നും കൂടി കുക്കാകണമായിരുന്നു. അങ്ങനെ അത്രയങ്ങ് പെർഫെക്റ്റായിട്ട് നമുക്ക് തോന്നിയില്ല കേട്ടോ മന്തിയുടെ. അവിടെ ഭയങ്കര നല്ല തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി അവിടുന്ന് സോഡയൊക്കെ കുടിക്കണ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. സ്പെഷ്യലായിട്ട് ഇങ്ങനെ സോഡയും ഇതൊക്കെ. അങ്ങനെ ഇവിടുന്ന് ചായ, അവൽ മിൽക്ക്, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഡ്രിങ്ക്സൊക്കെ ഞങ്ങൾ ഇവിടുന്ന് കുടിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ അവൽ മിൽക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം ഇനിയിപ്പോൾ
അമ്മൂന് കോളേജിൽ പോകണം അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ്. ഇനി അമ്മൂന് ഇന്ന് കോളേജിൽ ഇൻറ്റേൺഷിപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഇന്ന് യൂണിഫോം ഒന്നും ഇടണില്ല. അപ്പോൾ തൃശ്ശൂർ വേറൊരു സ്ഥലത്ത് പോവുകയാണ്, കോളേജിൽ നിന്ന് തന്നെ അവർ കൊണ്ടുപോകും, പോവുകയാണ്. അപ്പോൾ അമ്മു ഇന്ന് ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ അവിടെ പോകാൻ എന്നുള്ളൊരിതിന്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണിക്കാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.